ചിന്നതാ ഞാൻ തൊട്ടത് ചിന്നതാ തൊട്ടത് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങളാ കാട്ടിൽ പോയി കയറിയപ്പോൾ മൂന്നാർ പോകുന്ന വഴിക്ക് ഒരു ബ്രേക്ക് എടുത്ത് കോയിക്കാർ ഫിഷുകളെ തൊട്ടും തലോടിയും ഒരുപാട് ഫൺ ആക്ടിവിറ്റീസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ലോകത്തെ ഒരേ ഒരു തീം പാർക്കിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. കൂടുതലൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. ഞാൻ രശ്മി മനോജ് കുമാർ. വെൽക്കം ടു ഡെലീഷ്യസ് ഡെസ്റ്റിനീസ്. മൂന്നാറിലേക്ക് പോകുന്ന വഴിക്ക് അടിമാലിക്ക് അടുത്തായിട്ട് അത്യാവശ്യം പാർക്കിംഗ് ഫെസിലിറ്റിയോട് കൂടിയിട്ട് റോഡ് സൈഡിൽ തന്നെ ആയിട്ടാണ് കേട്ടോ ഈ പൊട്ടാസ് ഫൺ ഫാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ഊഞ്ഞാലുകളും ട്രാമ്പിളിനും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടേക്ക് വരുന്ന ഗസ്റ്റിനെ എല്ലാം ഒരു വെൽക്കം ഡ്രിങ്കോട് കൂടിയാണ് ഇവർ സ്വീകരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ മേജർ ആക്ടിവിറ്റീസും ബേസ് ചെയ്തേക്കുന്നത് കോയിക്കാർപ്പ് ഫിഷുകൾ ധാരാളമായി കാണുന്ന ഈ മാൻമെയ്ഡ് ലേക്കിനെ ചുറ്റിപ്പറ്റിയാണ്. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ആക്ടിവിറ്റിയാണ് ഫൺ ഫിഷ്. ഈ ലേക്കിലേക്ക് അടിച്ച റാമ്പിലൂടെ അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഫിഷുകൾ നമ്മുടെ കാലിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്ന് നിൽക്കും. നമ്മളതിനെ ഫീഡും കൂടി ചെയ്താലോ അത് നമ്മുടെ കാലിൻ്റെ ഇടയിൽ കൂടെ ഓടിപ്പാഞ്ഞ് ഇങ്ങനെ കളിക്കും. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതാണ് ബോട്ടിന്റെ എൻട്രൻസ്. ഇവിടെ വരുന്ന ഏതൊരാളും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട മൈൻഡ് റിലാക്സിങ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് എക്സ്റ്റസി റൈഡ് എന്ന ഈ ആക്ടിവിറ്റി. കോയിക്കാർപ്പ് ഫിഷുകളുള്ള ഈ ലേക്കിലൂടെ ചങ്ങാടത്തിൽ ഇങ്ങനെ ഇരുന്ന് കാലൊക്കെ താഴേക്കിട്ട് ഒരു ആളെ വെച്ച് ഇത് തുഴഞ്ഞ് നമ്മൾ ഈ ലേക്കിലൂടെ പോകുന്നതാണ് ഈ ആക്ടിവിറ്റി. വേറെ എവിടെയും നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഒരു യുണീക്ക് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ് കേട്ടോ അത്. ഇനി ഞങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അയ്യോ, നമുക്ക് ഈ മീനിനെ ഇവിടെ നിന്ന് തൊടാൻ പറ്റും. കാലിൻ്റെ ഇടയിൽ കൂടെ ഇതുപോലെ മീനൊക്കെ കയറി ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. ഏകദേശം അരമണിക്കൂറോളം വരുന്ന ഈ ഒരു എക്സ്റ്റസി റൈഡ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും മെൻ്റലി റിലാക്സ്ഡ് ആയിട്ടുണ്ടാവും. അപ്പം നമ്മൾ അടുത്തതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ബാംബു കയാക്കിംഗ് ആണ് കേട്ടോ. നമുക്ക് സെൽഫായിട്ട് തന്നെ ഇത് തുഴഞ്ഞു പോകാൻ പറ്റുമേ. ഞാനും മക്കളും കയറിയിട്ടുണ്ട്. ഹായ്. അപ്പം ഞങ്ങളെ തുഴയലുകാരി ഇതാ മുന്നിലിരിക്കുന്നത്. രഞ്ജു ഒരു ഹായ് പറയും അച്ഛൻ നോക്കിയിട്ട്. അപ്പം നമ്മളിത് വിജയകരമായി റിവേഴ്സ് എടുത്തിരിക്കുന്നു ഗൈസ്. ഞാൻ ഭയങ്കര എക്സ്പെർട്ടായിട്ടോ. കണ്ട മാളെ തിരിച്ച് അപ്പോൾ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനും മക്കളും കൂടി കയറി. എന്തായാലും ഞങ്ങൾ തിരിച്ചെത്താനായിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ല കേട്ടോ, നമുക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ധൈര്യം ഉണ്ടെങ്കിൽ ആർക്കും കയറാം. പിന്നെ സേഫ്റ്റി ഇഷ്യൂസ് ഒന്നുമില്ല. നമുക്ക് ജാക്കറ്റൊക്കെ ഉണ്ട്. അതായത് നല്ല അടിപൊളിയായിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു ചിന്നു? നിന്നപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു. രണ്ടാളും എഴുന്നേറ്റ് നിന്നു. നമ്മൾ നിന്നാൽ പോലും വീഴൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ഇതാ കരയ്ക്ക് അടുപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിന് പുറമെ ഇവിടെ പെഡൽ ബോട്ടും ഉണ്ട്, കൊട്ടത്തോണിയും ഉണ്ട്. അപ്പം നമുക്ക് ഇനി ഒന്ന് പെഡൽ ബോട്ട് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പം ഞങ്ങളിതാ പെഡൽ ബോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ കയറിയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ മൂന്നാളും കൂടി. ചിന്നുവിന് കാലെത്തില്ല, അതുകൊണ്ട് ചിന്നു റെസ്റ്റ് എടുക്കുകയാണ്. രഞ്ജു മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എൻ്റെ കാലാണ് പണിയാവുന്നത്. എന്നാലും കുഴപ്പമില്ല. വേക്കോട്ടാക്ക് ഹായ് പറയാം അച്ഛനോട്.
ഹായ്. അപ്പോൾ ഇവിടുത്തെ എല്ലാ വാട്ടർ ആക്ടിവിറ്റീസും വളരെ സേഫാണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപോലെ എൻജോയ് ചെയ്യാനും പറ്റും. പിന്നെ ഇതിനു വേണ്ടി ഒരു സേഫ്റ്റി ഇഷ്യൂസും ഇവിടെ ഇല്ല. അതിന് വേണ്ടി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരുപാട് ക്രൂ തന്നെ നമുക്കിവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടുത്തെ വാട്ടർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണ് സിപ്പ് ലൈനും അതുപോലെ തന്നെ ബിഗ് സ്വിങ്. നമ്മളെ ബാലി സ്വിങ് ഒക്കെ ഫോട്ടോസിൽ കണ്ടിട്ടില്ലേ, അതുപോലെ ലൈറ്റാണ് കേട്ടോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഇല്ല അപ്പുറം ചാടിക്കടന്നവരാണ് കെ ജോസഫ്. ശരിക്കും നോക്കിക്കേ. ഈ ലേക്കിന്റെ സൈഡിലൂടെയുള്ള വഴി കൂടെ നടന്നു പോയാലാണ് കേട്ടോ ബിഗ് സ്വിങ്ങിന്റെയും അതുപോലെ തന്നെ സിപ്പ് ലൈനിന്റെയും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്താം. അപ്പോൾ ഇത് നമ്മൾ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ യൂസ് ചെയ്ത് ബിഗ് സ്വിങ്ങിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ബാലി സ്വിങ് എക്സ്പീരിയൻസ് ചെയ്യാൻ പോവാട്ടോ. ഈ ഡ്രസ്സ് ഇല്ലാന്നായത് ആരും പേടിക്കേണ്ട, ഡ്രസ്സൊക്കെ അവർ തരുന്നുണ്ട്. അപ്പോൾ ആ ഇങ്ങനെ ഒഴുകി പോകുമ്പോൾ ബാക്കിൽ നിന്നുള്ള പോകുന്ന ഡ്രസ്സില്ല, അതാണ് എങ്ങനെ ഉണ്ടാകുന്നുള്ള വീഡിയോ കണ്ടറിയാം. എങ്ങനെ ഉണ്ടായിരുന്നു ചിന്നോ? സൂപ്പർ ആയിരുന്നു. അക്ക് കയറാൻ പറ്റാത്തൊരു സങ്കടം ഉണ്ട് അല്ലേ? ലേശം തടിച്ച് നല്ലോണം ഭക്ഷണം കഴിച്ച് ഒന്നുകൂടി വലുതായാൽ ഞങ്ങൾക്ക് കയറാം കേട്ടോ. കുട്ടികൾക്ക് കയറാനുള്ള വകുപ്പില്ല, കുറച്ചുകൂടിയൊക്കെ ഒന്ന് വെയിറ്റ് വേണം, അതുകൊണ്ടാണ് കയറാൻ പറ്റാത്തത്. അപ്പോൾ ഇവിടുത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. ആദ്യം കയറിയപ്പോൾ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. നമ്മൾ സെൻട്രലായിട്ട് ചവിട്ടിയാൽ വലിയ പ്രശ്നമൊന്നുമില്ല, നമുക്ക് സ്മൂത്തായിട്ട് നടക്കാൻ പറ്റും. സൈഡിലായി പോയാൽ പേടിയായി പോകും. ഇവരൊക്കെ അത് പാഞ്ഞു വരുന്ന. അയ്യോ, അപ്പോൾ ഈ പൊട്ടാസ് ഫൺ ഫാമിൻ്റെ മെയിൻ ആയിട്ടുള്ള നെടുന്തൂട് എന്ന് പറയുന്ന ആളെയാണ് നമ്മളിനി പരിചയപ്പെടാൻ പോകുന്നത്. ആണ് മിസ്റ്റർ ജോൺ പൊട്ടാസ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തിനെ നേരിട്ട് ചോദിച്ചറിയാം എന്താണ് ഇങ്ങനെ ഒരു ഫൺ ഫാമിൻ്റെ പുറകിലുള്ള രഹസ്യം എന്നുള്ളത്. 1948 മുതൽ ഇവിടെ ഈ ഫാമുണ്ട്. അതിൻ്റെ കാലങ്ങൾ കടന്നു വരുമ്പോൾ രൂപഭാവങ്ങൾ മാറും, സ്വാഭാവികമാണ്. 48 മുതൽ 70 വരെ എൻ്റെ പിതാവായിരുന്നു ഇവിടെ കുറേ താഴ്ന്ന പ്രദേശങ്ങൾ മീൻ കൃഷി നടത്താൻ വേണ്ടി മാറ്റണമെന്ന് തോന്നി. അങ്ങനെ മീൻ കൃഷി അത് കൊട്ടിഘോഷിക്കുന്ന മാതിരി ഒന്നും വിജയിക്കാൻ സാധിക്കില്ല അതിനകത്ത്. അങ്ങനെ വന്നപ്പോൾ സ്വന്തമായി വേറെ ചില ചിന്തകൾ വന്നു. എന്തുകൊണ്ട് ഇതിനകത്ത് വർണ്ണ മത്സ്യങ്ങൾ എന്നിട്ട് നോക്കാൻ പാടില്ല എന്ന് തോന്നി. അങ്ങനെയാണ് കോഴിക്കാർപ്പ് 2017 കൊണ്ടുവന്നത്. ഈ 2018 പ്രളയം വന്നു. ആ പ്രളയത്തിൽ ഒത്തിരി മീൻ നഷ്ടപ്പെട്ടു. അൺവാണ്ടഡ് ആയിട്ടുള്ള ഒത്തിരി മീനുകൾ കയറി. അപ്പോൾ എന്ത് ചെയ്യാനാ എന്നൊക്കെ ശകലം വിഷമമൊക്കെ തോന്നിയെങ്കിലും പിന്നീടും കൂടുതൽ മീനുകളെ ഇതിലേക്ക് സപ്ലിമെൻ്റ് ചെയ്യും. എന്തുകൊണ്ട് ഇതിൽ ഒരു ചങ്ങാടം പടുത്തിട്ടാൽ ആളുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുമല്ലോ എന്ന് ചിന്തിക്കും. ചങ്ങാടത്തിൽ കയറിയ ആളുകൾ ചിലർ കാല് വെള്ളത്തിലിട്ടപ്പോൾ ഇച്ചിരി തീറ്റ ഇടാൻ അവരുടെ കൈ കൊടുത്തു. അവർ തീറ്റ ഇട്ട് കൊടുത്തപ്പോൾ ഈ മീനുകൾ അവരുടെ കൂടെ സഞ്ചരിക്കുന്നതായിരുന്നു. അങ്ങനത്തെ ഒരു ഫീലിംഗ് മനസ്സിലായി. അതങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെയൊക്കെയാണ്. ഫോളോ യുവർ ഇൻറ്റ്യൂഷൻസ് അൺലെസ് ഇറ്റ് ഈസ് ഹാർംഫുൾ ടു അതേഴ്സ്. ദാറ്റ് ഈസ് മൈ മോട്ടോ. ഇവിടെ തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു വെറൈറ്റി റൈഡാണ് കേട്ടോ മേരിഗോ റൗണ്ട് എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി മെക്കാനിക്സ് ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ഈ വെറൈറ്റി റൈഡ് എങ്ങനെയുണ്ട് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം. ഹായ്. ഇതെന്തെങ്ങനെ മുറുക്കി പിടിച്ചാ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. ഇവിടുത്തെ കോഴിക്കാർപ്പ് ഫിഷുകളെ ബ്രീഡ് ചെയ്യാനുള്ള സെറ്റപ്പാണ് കേട്ടോ അത്. ഇതാണ് ഇവിടുത്തെ റേറ്റ് ഡീറ്റെയിൽസ്. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ പൊട്ടാസ് ഫൺ ഫാമിലി വിശേഷങ്ങൾ? ഇഷ്ടമായോ എല്ലാവർക്കും? ഒരുപാട് യുണീക്ക് ആയിട്ടുള്ള റൈഡ്സ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിന് മുന്നേ ഇവിടെ വന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടി ഒന്ന് കമൻ്റ് ആയിട്ട് ഷെയർ ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് എത്തിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല വെറൈറ്റി ഡെസ്റ്റിനേഷൻസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.